നമസ്കാരം, ബ്യൂട്ടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൗമാരക്കാരൊക്കെ എത്രത്തോളം ഫാഷൻ കോൺഷ്യസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ അല്ലേ. അവരുടെ ആക്സസറീസും ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ വളരെ വെറൈറ്റി ഉള്ളതാവണം എന്നാണ് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുക. അത്തരത്തിൽ കൗമാരക്കാർക്കായുള്ള ഒരു ഹെയർ കട്ട്, ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്ന് പ്രേക്ഷകർ ബ്യൂട്ടി സെഗ്മെന്റിലൂടെ കാണാൻ പോകുന്നത്. ഇത് നമുക്കായി പരിചയപ്പെടുത്തുന്നു അങ്കമാലി മിനീസ് ബ്യൂട്ടി പാർലറിലെ ശ്രീമതി മിനി. ടീനേജുകാർക്ക് ചേരുന്ന ഒരു സ്റ്റെപ്പാണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇപ്പം കാണിക്കാം. തല ശരിക്കും ഷാമ്പു ചെയ്യണം. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം തല. എന്നിട്ട് സ്പ്രേ ചെയ്ത് എല്ലാ മുടിയും നനച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങും. സെൻറ്ററിലാണ് പാർട്ടീഷൻ എടുക്കേണ്ടത്. അതിങ്ങനെ ഓരോ സ്റ്റെപ്സായിട്ട് എടുക്കണം. തിക്കിനനുസരിച്ചുള്ള സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലിപ്പ് ചെയ്യാതെയും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സാധാരണ മുടി കട്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പാണെങ്കിലും ലെയറാണെങ്കിലും ഫെദറാണെങ്കിലും 3 മാസം കൂടുമ്പോൾ ട്രിം ചെയ്യണം. എങ്കിലാണ് അത് ഒരേപോലെ നമുക്ക് അത് അതിൻ്റെ ആ വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഇനി മുടി ശരിക്കും നമ്മൾ ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. സിമ്പിൾ ഹെയർ സ്റ്റൈലിൻ്റെ മേക്കപ്പിൻ്റെ ചേരുന്ന വിധത്തിലുള്ള സെറ്റിങ്ങാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഹെയർ കട്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പക്ഷേ ഇതിന് ശേഷം ഹെയർ സെറ്റിംഗ് കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി കാണാം ഹെയർ സെറ്റിംഗ്. അടുപ്പിച്ച് കിട്ടാവുന്ന രീതിയിലുള്ളത്, അതായത് സെപ്പറേറ്റ് സ്റ്റെപ്പ് വിട്ട് നിൽക്കുന്നതിനേലും കുറച്ചുകൂടി ഭംഗി വരാം സ്റ്റെപ്പ് അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് ഒറ്റ സെറ്റിങ്ങിലാണ് ഈ കേളിങ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെറ്റിങ് കഴിഞ്ഞു. ഇത് സെപ്പറേറ്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ വിടിച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് തോന്നുന്നത് സ്റ്റെപ്പ് അങ്ങനെ ചീകിടാണെങ്കിൽ ഒരേപോലെ നല്ല ഭംഗിയിൽ കിടന്നോളും, നല്ല തിക്കായിട്ട് കിടന്നോളും. ഇതൊരു 3-5 മണിക്കൂർ വരെ ഈ സെറ്റിങ് നിൽക്കും, എപ്പോഴും ഫ്രഷായിട്ട് തന്നെ. അത് കഴിഞ്ഞ് സ്ലോവിൽ നമ്മൾ വാഷ് ചെയ്താലും ചെറിയൊരു എഫക്റ്റ് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ടീനേജുകാരികളെ കൂടുതൽ സുന്ദരികളും മിടുക്കികളുമാക്കാൻ ഈ ഹെയർ സ്റ്റൈലിങ്ങിന് കഴിയുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഹെയർ കട്ട് നമുക്കായി പരിചയപ്പെടുത്തിയത് അങ്കമാലി മിനീസ് ബ്യൂട്ടി പാർലറിലെ ശ്രീമതി മിനി. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്യൂട്ടി സെഗ്മെന്റിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നല്ല സുന്ദരികളായിട്ടിരിക്കുക. ടേക്ക് കെയർ. സീ യു. ബൈ ബൈ.